ഞങ്ങൾക്ക് കുറച്ച് പരിപാടികൾ പെൻഡിങ് ഉള്ളത് കാരണം കുഞ്ഞാവ ഒറ്റയ്ക്ക് അമ്മാമ്മയുടെ ഒപ്പം പോട്ടെന്ന് വിചാരിച്ചു. കുറച്ച് പേപ്പർ വർക്കുകളാണ് കേട്ടോ. പെട്ടെന്നാണെങ്കിൽ തീരുമാനം അങ്ങോട്ട് മാറി. പിന്നെ ഞാനും കൂടെ പോവാന്ന് വിചാരിച്ചു. അമ്മേനെ തനിച്ചാക്കിയേ കുഞ്ഞാവ യാത്ര പോവുകയാണേ. പിന്നെ അമ്മാമ മതിയല്ലേ? അമ്മ വേണ്ട. അമ്മേ ടാറ്റാ. പോവാം. പോവാം വാവേ. ഫ്രണ്ടിൽ വരുന്ന വാ. അമ്മയുടെ സീറ്റ് കാലിയാണ്. വാ ഫ്രണ്ടിൽ വാ. സനാമയുടെ ഈ സീറ്റ് ഇന്ന് ഒഴിവാണ്. എങ്കിലും സ്വരമോൾക്ക് ബാക്കിലല്ല ഇരിക്കാൻ പറ്റൂ. അതാണല്ലോ നമ്മളുടെ നിയമവ്യവസ്ഥ. വഴിയിൽ നിന്നും പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞവരൊക്കെ പല വഴിക്കായിട്ട് പിരിഞ്ഞു. അവരൊക്കെ എത്തിക്കോളാമെന്ന ഉറപ്പ് തന്നു. ഞങ്ങൾ പതിയെ യാത്ര തുടർന്നു. എവിടേക്കാണ് യാത്ര എന്ന് പറഞ്ഞില്ലല്ലോ. ആലുവ ഗിരി ആശ്രമത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. സനാമയുടെ അമ്മാമ്മയുടെ 10ാമത്തെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അവിടുത്തെ അമ്മമാരോടും കുട്ടികളോടുമൊപ്പമാണ് ഇന്നത്തെ ലഞ്ച് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു കുന്ന് കയറി മുകളിലാണ് ഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു ആത്മസംതൃപ്തി. അതെന്താണെന്നറിയില്ല. ഞങ്ങൾ വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ അമ്മയുടെ ചേച്ചിയും ദിബിച്ചേട്ടനും ഫാമിലിയും മിലിയാൻ്റെയും ഒക്കെ വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ചിഞ്ചുച്ചിറ്റയും അപ്പുവും ശില്പയും ഒക്കെ വന്നത്. ഞങ്ങൾ കുറേ സമയം പിന്നീട് ഇവിടെ ധർമ്മസല്ലാപത്തിലും ഒക്കെ ഏർപ്പെട്ടതിന് ശേഷം പിന്നീടാണ് നമ്മളുടെ പ്രധാന പരിപാടിയായ ഭക്ഷണത്തിലേക്ക് പോയത്. നല്ല ഇലയിൽ നല്ല നാടൻ ഊണ് സദ്യയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നല്ല സ്നേഹത്തോടെ ഇവർ നമുക്ക് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി തന്നു. സദ്യ മാത്രമല്ല കേട്ടോ, ഇവിടെ നോൺ വെജും നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്ത് ഫുഡ് വേണേലും ഇവിടുത്തെ അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കാം. പിന്നീട് കുറച്ച് സമയം ഞങ്ങൾ ഇവിടുത്തെ അന്തരീക്ഷത്തിലും ആ തണലിലും ഒക്കെ കുറേ നേരം വിശ്രമിച്ച് കുട്ടികളെയും അമ്മമാരെയും ഒക്കെ ഒന്ന് കണ്ട് പിന്നീട് തിരിച്ച് ഇറങ്ങാൻ തുടങ്ങി. ദിബിച്ചേട്ടനും നീനച്ചേച്ചും വല്യമ്മയൊക്കെ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ്. കുട്ടികൾക്ക് ചോക്ലേറ്റും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ട്.